എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് വൃതിക്കുട്ടിയാണ്. കിട്ടുന്ന എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനുണ്ടോ? ചേച്ചി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? എന്താ ഇപ്പൊ പറഞ്ഞു കൊടുത്ത ലാസ്റ്റ്? ഞാൻ ഇങ്ങനെ പ്രോസസ് ചെയ്യുമ്പോ ഫോട്ടോസ് ഒക്കെ എടുക്കുമല്ലോ, അവ കിട്ടു പറയും വിധി ചേച്ചി ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്യണ്ട. ഇറച്ചി ചേർക്കാത്ത മന്തി. ഇറച്ചി ചേർക്കാത്ത മന്തി. ചമ്മന്തി. നിങ്ങൾ രണ്ടാളും കൂടി വരുമ്പോഴേ ആ ഒരു കൂടി വരുമ്പോഴേ ആ ഒരു ഫ്രെയിം കംപ്ലീറ്റ് ആവും അല്ലേ? കിട്ടും. അപ്പം വൃതി വന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് എന്റെ വീട്ടുകാരെ സപ്പോർട്ട് ഇല്ലാണ്ട് ഞങ്ങള് കല്യാണം കഴിച്ചതാണ്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. മോള് ജനിച്ച പിന്നെയാണ് പതിയെ പതിയെ എല്ലാ കാര്യങ്ങളും മാറാനും ഞങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആയതും വൃതി വന്നതിന് ശേഷമാണ്. ബേബി ബോയ് വേണമെന്നാണ് പ്രാർത്ഥിച്ചത്. വീട്ടില് വിളിക്കുന്നത് കിട്ടൂന്നാണ്. അപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയപ്പോ തന്നെ അതായത് ഒരു കാർട്ടൂൺ ഇല്ലേ, കിട്ടു കാത്തു എന്ന് പറഞ്ഞിട്ട്, ബോയ് ആണെങ്കിൽ കിട്ടു, ഗേൾ ആണെങ്കിൽ കാത്തു എന്ന് പറയും. അത് അവളിട്ട പേര് തന്നെയാണ്. റെഡി 1 2 3. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. ഹലോ എവ്രിവൺ ആൻഡ് വെൽക്കം ടു വെറൈറ്റി മീഡിയ. ഞാൻ അനഘ. സോ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു കുട്ടി താരമാണ്. ആൾ ഡാൻസിലായാലും ആക്ടിങ്ങിലായാലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും വൈറലായിട്ട്, ഒന്നിക്ക് പറയുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ വൈറൽ കണ്ടൻസ് ഇയാളുടെ ആയിരിക്കും. എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് വൃതിക്കുട്ടിയാണ്. വൃതിക്കുട്ടി, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ? സുഖമാണ്. ഓക്കെ, എന്താണ് പുതിയ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ വൃതിക്കുട്ടീനെ കാണുന്ന സമയത്ത് ഇച്ചിരിയും കൂടി ചെറുതായിരുന്നു തോന്നുന്നല്ലേ? അപ്പോൾ കുറച്ചും കൂടി വലുതായി. പുതിയ പ്രോജക്ട്സും എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഫിലിംസിലൊക്കെ പുതുതായിട്ട് കുറേ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പുതിയ പുതിയ ഡാൻസ് കണ്ടൻസ് ഇറക്കുന്നുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ പ്രൊജക്റ്റ് എന്തായിരുന്നു ഫിലിമിൽ? ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയത് ഐഡൻറ്റിറ്റി ആയിരുന്നു. അതിൽ കുറച്ചുണ്ട്. ഓക്കെ, കുറച്ച് നമുക്ക് റോൾ ഉണ്ട്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. കണ്ടോ? പോയി കണ്ടോ? ആ, കണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ കണ്ടായിരുന്നു. ഓക്കെ, എന്ത് പറയുന്നു ആൾക്കാർ അത് കണ്ടിട്ട്? അടിപൊളിയാന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ഫിലിം ഏതായിരുന്നു? ഫസ്റ്റ് ഫിലിം സരസ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഫിലിം എത്ര വയസ്സിലാണ് ഫസ്റ്റ് ഫിലിമിൽ അഭിനയിക്കുന്നത്? 5 years. ഓ, ഫസ്റ്റ് 5 years. ഇപ്പം എത്രയായി? ഇപ്പോൾ 9 ആയി. അപ്പോൾ 4 വർഷമായി അല്ലേ? ആദ്യമായിട്ട് ഫിലിമിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഹാപ്പി ആയിരുന്നു. ഓക്കെ, ഹാപ്പി ആയിരുന്നു. പേടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല. ടൊവിനോ ചേട്ടനായിട്ടുള്ള ഒരു മെമ്മറി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? 2008 ക്ലൈമാക്സിൽ നൈറ്റ് 8 days നൈറ്റ് ഫുൾ ഷൂട്ടായിരുന്നു. ആണോ? അപ്പോൾ എപ്പോൾ ഉറങ്ങും? എപ്പോൾ ഉറങ്ങും? ടയേർഡ് ആവില്ലേ അങ്ങനെ? രാവിലെ ഉറങ്ങും. ഓക്കെ, അപ്പോൾ എങ്ങനെ ക്ഷീണം അങ്ങനെ വന്നില്ല? പനി വന്നിട്ടുണ്ടായിരുന്നു. ഫുൾ റെയിൻ ആയിരുന്നു. ഓക്കെ, അപ്പം ഞാനൊരു വീഡിയോ കാണിക്കാം. ആക്ടർ ജീവയുടെ കൂടെയുള്ള ഒരു വീഡിയോ ആണേ. അപ്പോൾ അത് പറഞ്ഞു ലൊക്കേഷനിലെ ഒരു ഫണ്ണായിട്ടുള്ള ഒരു വീഡിയോ ആണ്. മാജിക് കാണിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അല്ലേ? അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ആ ജീവയുടെ കൂടെ എന്താ പറയുക അഭിനയിക്കുമ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്? ഭയങ്കര ഫണ്ണായിരുന്നു. ആളെങ്ങനെ ഇങ്ങനെ മാജിക് ഒക്കെ ഭയങ്കര നിങ്ങളായിട്ട് കോമഡി? എൻ്റെ ഫസ്റ്റ് തമിഴ് മൂവി ആയിരുന്നു അത്. ആണോ? അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ആ മൂവി ചെയ്യുമ്പോഴാണ് തമിഴ് പഠിച്ചത്. ഇപ്പോൾ തമിഴ് അറിയോ? സംസാരിക്കാനൊക്കെ അറിയോ? എന്നാ പിന്നെ 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്നെടുത്ത് 2 എന്തെങ്കിലും ചോദിക്കും, കേൾക്കട്ടെ.
உனக்கு நல்லா இருக்கா? நல்லா இருக்கு. உனக்கு நல்லா இருக்கா? ஆமா நல்லா இருக்கேன். ഓക്കെ. ഫുൾ പഠിച്ച എഴുതാനൊക്കെ അറിയോ? ഇല്ല എഴുതാറില്ല. പറയാനറിയാം. ഇപ്പൊ ഫ്ലുവൻ്റ് ആയിട്ട് പറയാനറിയാം. അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഡയലോഗ്സ് ഒക്കെ പറയേണ്ടി വരുമല്ലോ. അപ്പൊ എങ്ങനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായോ? അല്ലെങ്കിൽ എത്ര ടൈം എടുക്കും? പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ചില ഡയലോഗ്സ് കുറച്ച്. ഏതൊക്കെ ലാംഗ്വേജ് പറയാം? തമിഴും ഓക്കെ, മലയാളം. അപ്പം വൃതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അച്ഛനും അമ്മയായിരിക്കും അല്ലേ? അപ്പൊ അവരെ പറ്റി എന്തെങ്കിലും പറയാൻ പറഞ്ഞ വൃതിക്ക് എന്താ പറയാനുള്ളത്? എന്റെ അനിയനുണ്ട്. അവനും അനിയനുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ ഫോട്ടോ എടുക്കാൻ പോവാണെങ്കിൽ അവൻ അതിന്റെ ഇടക്ക് വന്ന്. ഇപ്പൊ നിങ്ങൾ രണ്ടാളും ആണ് താരം. വൃതി ഒറ്റയ്ക്കല്ല വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. ഒരു കുഞ്ഞു നടൻ അവിടെയും ഉണ്ട്. അപ്പൊ ആളെങ്ങനെ എങ്ങനെ അഭിനയിക്കാനും ആളും നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ പെട്ടെന്ന് എങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കാൻ ഭയങ്കര സപ്പോർട്ടാണ് അല്ലേ? ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലേ അഭിനയിക്കാൻ? അവന് 3 ആഡ്സ് ചെയ്തു. ഒന്ന് രണ്ട് ആഡ്സ് എൻ്റെ കൂടെയാ. ഒന്ന് വേറെ അവൻ ഒറ്റയ്ക്കായിട്ടൊന്ന് ചെയ്തിട്ടുണ്ട്, കേരള ടൂറിസമിന്റെ. ഞാൻ അവനും ചെയ്തത് പോപ്പിഡോം അംബ്രല്ലാന്റെ പിന്നെ ഒറീക്കിഡ് എന്ന് പറഞ്ഞ ഡ്രസ് ഇതിന്റെ ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുവിനെ ഒന്ന് ഫ്രെയിമിലേക്ക് കൊണ്ടുവരാം. കിട്ടുവാ നല്ല കുസൃതിയാന്നുള്ളൂ. അത് ഇത്തിരി കൂടുതല. വന്ന മുതലേ ചേച്ചിയും അനിയനും എപ്പോഴും ഡിഷും ആയിട്ടിരുന്നു. ഡിഷു നല്ല രീതിക്കാണേ. കിട്ടു, വെൽക്കം ടു ദ ഷോ. വെൽക്കം ടു ദ ഷോ. ടാങ്കു. എന്നാ ഇത്ര നേരം അവിടെ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്? വിളിക്കാത്തോണ്ടാണോ? ചേച്ചിന് മാത്രം ഇന്റർവ്യൂ എടുക്കുന്നോണ്ടാ? വിഷമായോ? ഇപ്പൊ സന്തോഷായോ? പറഞ്ഞു, അത് കേട്ടോളൂ. ഈ ചേച്ചി എന്തായി ചോദിക്കണം? എത്ര വയസ്സായി കിട്ടുന്നെ? എത്ര വയസ്സായി? 3 വയസ്സായോ? 4 പോകുന്നു. ചേച്ചിന്റെ കൂടെ വീഡിയോസ് ചെയ്യാറില്ലേ? വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. സിനിമയൊക്കെ കാണാറുണ്ടോ? സിനിമ കാണാറുണ്ടോ? എങ്ങനെയുണ്ട് ചേച്ചിന്റെ അഭിനയം? എങ്ങനെയുണ്ട്? എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ചെയ്യാനുണ്ടോ? ഇതിന്റെ പടം ഇഷ്ടമാണോ നോക്കട്ടെ. ചേച്ചി അഭിനയിക്കാൻ എങ്ങനെ ഓക്കെ ആണോ? കിട്ടുന്ന എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനുണ്ടോ? ചേച്ചി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? എന്താ ഇപ്പൊ പറഞ്ഞു കൊടുത്ത ലാസ്റ്റ്? എനിക്ക് ഞാൻ ഇങ്ങനെ പ്രോസസ് ചെയ്യുമ്പോൾ ഫോട്ടോസ് ഒക്കെ എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനായിരിക്കും. അപ്പോൾ കിട്ടു പറയും, വിധി ചേച്ചി ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്യണ്ട. ചേച്ചിനെ ഇഷ്ടമാണോ കിട്ടുന്നെ? അടി കൂടാറുണ്ടോ? നിങ്ങൾ വന്നപ്പോ അടി കൂടുന്ന ഞാൻ കണ്ടല്ലോ. നിങ്ങൾ വന്നപ്പോഴേ വഴക്കിടുന്ന കണ്ടല്ലോ. അതേ ഉള്ളൂ. എന്താ വഴക്കിടുന്നേ? ചേച്ചിനെ എന്തിനാ ഡിഷും ആക്കുന്നേ? ഒരു പാട്ട് പാടിത്തരോ? ഒരു പാട്ട് ഇല്ലേ? അയ്യോ, ഇവിടെ വന്ന പാട്ട് പാടണോ? അതറിയില്ല? വൃതി പറഞ്ഞു കൊടുത്തില്ല? ഇല്ല. അയ്യോ, അത് ഇവിടെ സീറ്റിലിരുന്ന പാട്ട് പാടണോ? അല്ലെങ്കിൽ ഡാൻസ് ചെയ്താലും മതി. ഡാൻസ് ചെയ്യോ? ഇല്ലേ? പാട്ട് പാട്. വേറെ എന്താ പാട്ട് പാടുമോ? ഒരു രണ്ടാളും കൂടി പാടിയാലും മതി. പാടിക്കോ. അല്ലേ സ്കൂളിൽ പഠിപ്പിക്കുന്ന പാട്ടുണ്ട്. സ്കൂളില് വേറെ പാട്ട് പഠിപ്പിക്കൂലേ? ടീച്ചർമാരൊക്കെ പഠിപ്പിച്ചു തരുന്നില്ലേ? റൈംസ് പഠിപ്പിച്ചു തരൂലേ? അതൊന്ന് പാടിത്തരൂ. മിസ്സിന്റെ പേരെന്താ പറഞ്ഞു? മിസ് പഠിപ്പിച്ചു തന്ന പാട്ട് ഏതാ? ഒരു പാട്ട് പാടിക്കൊടുക്കോ? പാട്ട് പാടിത്തരോ? അല്ലെ ഒരു കഥ പറഞ്ഞുതരോ? ചെറിയ അതുമില്ലേ? വേറെന്താ പറഞ്ഞുതരാ? പാട്ടാ? അന്ന് പാടിക്കോ. റെഡി? 1 2 3 പാടിക്കോ. ചേച്ചിനോട് പറഞ്ഞു തരാൻ പറ ഒരു പാട്ട്. ചേച്ചിനോട് ഇവിടെ വന്നപ്പോ നാണായേ. ഇത്രയും നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കായിരുന്നു. നല്ല
there for you, there for you. The very, very, very fine. അപ്പം ഞാൻ ഒരു വീഡിയോ കാണിക്കാം, അത് കണ്ടിട്ട് വൃത്തി അതിവിടെ ലൈവായിട്ടൊന്ന് ചെയ്ത് കാണിക്കാം. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. യെസ്, സൂപ്പർ. കൈയടിക്കേ, സൂപ്പറാ പറയേ. അയ്യോ സൂപ്പർ, നന്നായിട്ട് ചെയ്തുട്ടാ. Thank you. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ എത്ര ടൈം എടുക്കും ഇതൊക്കെ പഠിക്കാൻ? അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരുമോ? അമ്മ പറഞ്ഞുതരും. അമ്മ പറഞ്ഞു തരും, പെട്ടെന്ന് തന്നെ പഠിക്കുമോ? ഡാൻസ് ഒക്കെ ആണെങ്കിലോ? ഡാൻസ് ആണെങ്കിൽ പെട്ടെന്ന് പഠിക്കും. ഓക്കെ, ഒരു റീൽ എടുക്കാനൊക്കെ അപ്പൊ എത്ര ടൈം, അതിന് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും? പഠിക്കാനായിട്ട് ഒരു 4 times കാണുമ്പോൾ തന്നെ പഠിക്കും. ഏറ്റവും കൂടുതൽ ടഫായിട്ട് തോന്നിയ ഏതായിരുന്നു? ഡാൻസ് റീല് ചെയ്യാൻ വേണ്ടിയിട്ട്? അങ്ങനൊന്നും ടഫല്ല, എനിക്കെല്ലാം സിമ്പിളാ. ഓക്കെ വൃതി, ഞാൻ ഒരു വീഡിയോ കൂടി കാണിക്കാവേ. ഓക്കെ, അപ്പോൾ ഇത് എന്താ ലൊക്കേഷൻ? ഡാൻസ് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തതാണോ? എന്തായിരുന്നു സംഭവം? ഞാനും ജയങ്ങളും കൂടി തീരാക്കാതെ എന്ന് പറഞ്ഞ ലൊക്കേഷൻ, അതിന്റെ ലൊക്കേഷൻ ആണോ ആ ഫിലിം? അല്ല, അത് ജയങ്ങളോടായിട്ട് ലാസ്റ്റ് ചെയ്തു. അപ്പൊ ഇത് ഏത് ഫിലിം ആയിരുന്നു? മൂവിന്റെ പേര് ഓക്കെ, അപ്പൊ എന്താണ് ഡാൻസ് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തതാണോ? അല്ല, റീൽസ് ഞങ്ങള് തീരാക്കാതലിന്റെ സെറ്റ് വെച്ചിട്ട് റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ജയങ്ങളും അപ്പയും കൂടി പറഞ്ഞു വേറെ റീലും കൂടി ചെയ്യാറ്. അപ്പൊ ചെയ്തതായത്. അപ്പം നമുക്കിതൊരു ടാസ്കിലേക്ക് പോവാം. ടാസ്ക് നവരസാണ്, നമ്മുടെ ജഗതി ചേട്ടൻ്റെ നവരസം. അപ്പം ശൃംഗാരം കാണിച്ചോ, ക്യാമറയിൽ കാണിച്ചോ. അങ്ങനെ ചെയ്താൽ മതി, നല്ലതാ. ഓക്കെ, കരുണ എന്ന് പറയുമ്പം ഒരു ദയനീയമായിട്ട് അങ്ങനെ നോക്കുക. ഓക്കെ, വീരം എന്ന് പറയുമ്പം അത്. ഓക്കെ, രൗദ്രം, ദേഷ്യത്തിൽ നോക്കി. ഓക്കെ, ഹാസ്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചിരിച്ചോണ്ട് അങ്ങനെ പറ്റാൽ മതി. അത്ഭുതം, യെസ് അത് തന്നെ. ഇനി ശാന്തം, സമാധാനത്തിന്. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഒരു കുസൃതി ചോദ്യ റൗണ്ടിലേക്ക് പോവാം. എങ്ങനെ ക്ലാസ്സിലൊക്കെ കുസൃതി ചോദ്യമൊക്കെ ചോദിച്ച് അങ്ങനെ പറയണ്ടോ? ഇത് ഞാൻ ചോദിക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ, എന്തെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ. ഞാൻ ചോദിക്കാത്തത്. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത്, ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ. കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി ആവില്ല. കാരണം അതിന് കുറെ സൊല്യൂഷൻ ഉള്ളതുകൊണ്ട് അല്ലേ? അല്ല, സൊല്യൂഷൻ അല്ല, കുറെ പ്രോബ്ലം. കറക്റ്റ് ആൻസർ. കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാ. ഓക്കെ, ഇത് ചിലപ്പം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. കലണ്ടറിന് എപ്പോഴും വരുന്ന അസുഖം. കലണ്ടറിൽ എപ്പോഴും വരുന്ന അസുഖം. കലണ്ടറിൽ എന്തൊക്കെയാ ഉണ്ടാവുക? ചിലപ്പോൾ അത് കിട്ടാൻ പാടായിരിക്കും, എന്നാലും പെട്ടെന്ന് കിട്ടും. പക്ഷെ ആ അസുഖം അറിയില്ലെങ്കിലുള്ളൊരു ഇതേ ഉള്ളൂ. കലണ്ടറിൽ എന്തൊക്കെയാ നമ്മൾ കാണുക? ആക്ച്വലി കലണ്ടറിൽ എന്താ ഉണ്ടാവുക? നമ്മൾ എന്തിനാ കലണ്ടർ യൂസ് ചെയ്യുന്നത്? ഏത് മാസമാണ് അല്ലേ, ഏതാഴ്ചയാണ്, ഏത് ദിവസമാണ് നോക്കാൻ വേണ്ടി. പറഞ്ഞു അറിയണ്ടാവില്ലല്ലേ. മന്ത് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അതെ, അപ്പൊ മന്ത് കുട്ടി നമുക്ക് അറിയോന്ന് എനിക്ക് അറിയില്ലല്ലോ, അസുഖം അറിയോന്ന്. അപ്പൊ മന്ത്. ഓക്കെ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇറച്ചി ചേർക്കാത്ത മന്തി. ചമ്മന്തി.
ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഇവർക്ക് കൊടുത്ത് പറഞ്ഞു ചെറിയ കുട്ടിയാ ടഫായിട്ടുള്ള ചോദിക്കേണ്ടതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാഹനങ്ങൾ പോകാത്ത റൂട്ട്. ബീട്രൂട്ട്. യെസ്, ഇതങ്ങനെ പഠിച്ചു വന്ന പോലെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കണ്ണിന്റെ സഹോദരൻ ആരാണ്? കണ്ണിന്റെ സഹോദരൻ ആരാണ്? അത് കിട്ടും. അതൊന്ന് ഇംഗ്ലീഷിലാക്കി എന്നാലോചിച്ചോക്ക്. ഐ പിന്നെ ഐബ്രോ. യെസ്, ഐബ്രോ. അടുത്ത ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ. കുഴപ്പമില്ല. പെൺകുട്ടികൾ ചിരിക്കുമ്പോൾ വാ പൊത്തുന്നത് എന്തുകൊണ്ട്? കൈ കൊണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കാണ്ട് പഠിച്ചത്. ഓക്കെ, നെക്സ്റ്റ്. പറക്കാൻ പറ്റാത്ത കിളി. പറക്കാൻ പറ്റാത്ത കിളി. കിളിയാ? കിളി കിളി. ഇക്കിളി. ഇക്കിളി ആണോ? ഞാൻ പോളെ, ഞാനില്ല, ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ ടഫ് എടുക്കാം. മാന്തും തോറും വലുതാവുന്നത് എന്ത്? മാന്തും തോറും വലുതാവുന്നത് എന്ത്? കുഴി. 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 ഞാൻ നിർത്തി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആരും യാത്ര ചെയ്യാത്ത ബസ്. ആരും യാത്ര ചെയ്യാത്ത ബസ്. ആരും യാത്ര ചെയ്യാത്ത ബസ്. ഇത് കിട്ടി. ഒന്നെങ്കിലും തോറ്റതായോ? ക്ലൂ ഉണ്ടാ? ഇത് നമ്മള് സ്കൂളിലും അങ്ങനെ പഠിക്കുന്ന കാര്യങ്ങളോ ആയിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള. അല്ല, സ്കൂൾ ബസ്സിൽ നമ്മൾ പോവില്ലേ? അത് പറ്റില്ല. സ്കൂളിലും നമ്മൾ ഈ ടൈം ടേബിൾ എന്നൊക്കെ പറയുന്ന പോലെ വേറൊരു സാധനം. നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ സ്കൂളിലില്ലേ? അത് നമ്പേഴ്സ് അല്ല. ഓപ്ഷൻസ് ലൈഫ് ലൈൻ വേണോ? യെസ്. വിളിച്ചോ. അച്ഛനെ അല്ലെങ്കിൽ അമ്മേനെ ചൂസ് ചെയ്യാം ഒരാളെ. ഞാൻ പറഞ്ഞില്ലല്ലോ. സിലബസ്. സിലബസ് അറിയാത്തോണ്ടല്ലേ പറയാൻ. എല്ലാം പറഞ്ഞൂലേ? എല്ലാം പറഞ്ഞു. ഇനി എന്നോട് ചോദിക്കാം, അറിയോ എന്തേലും? ഞാൻ ഒന്നും പറയില്ല, സോറി, ഞാൻ വീക്കായി കാര്യത്തിൽ. അറിയാം. എല്ലാ ഇന്റർവ്യൂ പോലെ ഇപ്രാവശ്യവും ഞാൻ പറഞ്ഞു. ഇപ്പൊ ചോദിക്കാവേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വാർഡ് ഏതാ? വാടാ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് അറിയില്ല. വാട് എല്ലാ ക്ലൂ വേണം. ക്ലൂ അത് ചിലർക്ക് ഉണ്ടാവും, ചിലർക്ക് ഉണ്ടാവില്ല. അവാർഡ്. കറക്റ്റാ. തല വെക്കുമ്പോ ഉയരം കുറയും. തല വെക്കുമ്പോ ഉയരം കുറയോ? തല വെക്കുമ്പോ ഉയരം കുറയും, തല വെക്കാത്തപ്പോ ഉയരം കുറയും. കൂടും. തല വെക്കുമ്പോ ഉയരം കുറയും, തല വെക്കാത്തപ്പോ ഉയരം കൂടും. എവിടെ തല വെക്കാത്തപ്പോ? അതല്ല ആൻസർ. ഒരു ക്ലൂ തരാൻ വേണമെങ്കിൽ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. തലയണയാ? റെഡി, 1 2 3 4. ഓക്കെ, സൂപ്പർ. മോനും കൂടി ഉണ്ട്, കുറച്ചും കൂടി രസമായിരുന്നു. പക്ഷെ ആളിച്ചിരി വാശിയിലാണ്. അപ്പം നമ്മളിപ്പോൾ കുറേ സംസാരിച്ചിരുന്ന് കുറേ വിശേഷമൊക്കെ പറഞ്ഞ് ഇനി നമുക്കൊരു ഗെയിമിലേക്ക് പോവാം. ഓക്കെ, റെഡി അല്ലേ? റെഡി. അപ്പം നമ്മളെ ഗെയിം എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, നമുക്കൊരു സ്ട്രോ ഉണ്ട്, ഒരു ഗ്ലാസ്സിൽ ജെംസ് ഉണ്ട്. അപ്പോൾ ഈ സ്ട്രോ വെച്ചിട്ട് നമ്മളിങ്ങനെ ജെംസ് എടുക്കുക, എന്നിട്ട് ഇതിലേക്ക് ഇടുക. അതായത് ഇങ്ങനെയാണോ? ഇങ്ങനെ എടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഇടണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആരാണ് ഇത് കഴിയണത് അയാളായിരിക്കും വിന്നർ. നമ്മുടെ ടൈം വരുന്നത് 1 മിനിറ്റ് ആണ്. അതിൽ മാക്സിമം നമ്പർ ഓഫ് ജെംസ് നമ്മൾ എടുത്ത് പുറത്തേക്ക് ഇടും. ഓക്കെ, അപ്പം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. അയ്യോ പോയി. യെസ്,
മെല്ലെ എടുത്താൽ മതി, മെല്ലെ എടുത്താൽ മതി. ആ ഹൈറ്റ് ചിലപ്പോൾ പറ്റുണ്ടാവില്ലല്ലേ. ഇരുന്നിട്ട് ഇല്ലെങ്കിൽ നിന്നിട്ട് ചെയ്തോ, കുഴപ്പമില്ല. ചില ചംസിൽ ശ്വാസം 1 2 3 4 5 6 7 1 2 3 4 5 6 7 8 9 എന്നിട്ട് അവിടെയാ 3 4 5 6 7 8 3 6 7. ഞാൻ പിന്നെ ഒന്ന് സ്ലോ ആക്കി ആ സാരിൽ പോട്ടെ. ഇങ്ങനെ വെറുതെ ജയിച്ചിരിക്കുന്നു കൈസ്. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് ഗെയിമായിട്ട് വന്നിട്ടുണ്ട്. ഗെയിം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഗ്ലാസ് ഉണ്ട്, പിന്നെ ബോൾ ഉണ്ട്. ഗെയിം എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, അതായത് നമ്മൾ ഈ ഗ്ലാസിൻ്റെ മേലെയാണ് ബോൾ വെച്ചിട്ടുള്ളത്. അപ്പം ഗ്ലാസ് ഇങ്ങനെ മേലോട്ടാക്കുമ്പോൾ ബോൾ പൊങ്ങും. എന്നിട്ട് ഗ്ലാസ് അപ്പം തിരിച്ച് ആ ബോൾ ഗ്ലാസ്സിലേക്ക് വീഴണം. അതാണ് ഗെയിം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് 2 പേർക്കും 3 ഗ്ലാസ് വീതം ഉണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, ready 1 2 3 start. Okay, let's go to guys. സാരമില്ല, അങ്ങനെ ഞാൻ പിന്നെയും തോറ്റിരിക്കാണ്. കൺഗ്രാറ്റുലേഷൻസ്. നമ്മളെ നെക്സ്റ്റ് ഗെയിം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗ്ലാസും ബോളും പിന്നെ വെള്ളം കൂടി വന്നിട്ടുണ്ട്. അപ്പം ഇതിന് ഫുള്ള് വെള്ളം നിറച്ച് വെച്ചിട്ടാണ് ഗ്ലാസ് ഉള്ളത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഊതണം. ഓക്കെ, ഇത് ഊതിയിട്ട് ലാസ്റ്റ് ഗ്ലാസ് വരെ ബോൾ എത്തിക്കണം. അപ്പം ആദ്യം ആരാ ബോൾ എത്തിക്കുന്നത് അയാളായിരിക്കും വിന്നർ. 2 ഗെയിമിലും ഞാൻ തോറ്റു. 3ാമത്തെ ഗെയിമാണ്. ഓക്കെ, ഇതിൽ ആര് ജയിക്കും? എന്തായാലും ഗസ്. ബോളിൽ അവിടെ നിക്കണേ നോക്കി. അതൊന്നുമില്ല. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മിനിറ്റ്. ഇവിടത്തെ ഇവിടെ വരെ പോയി, എന്നിട്ട് ഇപ്പുറത്തേക്ക് പോയി, എന്നിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് പോയി. ഇത് ഞാൻ എന്തായാലും തോന്നി, കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. കണ്ട എന്റത് ഇതില് പോണില്ല. അത് ഇവിടുന്ന് ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ? ഋതിയുടെ അച്ഛനും അമ്മയും ഞാൻ ഈ ഷോയിലേക്ക് വെൽക്കം ചെയ്യാണ്. നിങ്ങളില്ലാതെ ഈ ഒരു ഇന്റർവ്യൂ എന്തായിട്ടും കംപ്ലീറ്റ് ആവില്ല. അതിപ്പം എന്താ പറയാ, റീൽസിലാണെങ്കിൽ പോലും നിങ്ങൾ 2 കൂടി വരുമ്പോഴേ ആ ഒരു കിട്ടും കൂടി വരുമ്പോഴേ ആ ഒരു ഫ്രെയിം കംപ്ലീറ്റ് ആവും. ഇല്ലേ കിട്ടും? ഓക്കെ, അപ്പൊ എങ്ങനെ പോകുന്നു നിങ്ങൾ ഡാൻസും ബാക്കി ഋതിയുടെ മൂവീസ് ആണെങ്കിലും കിട്ടുവിന്റെ ആക്ടിങ് ആണെങ്കിലും എല്ലാം എങ്ങനെയാണ് ഇപ്പൊ ആ ഒരു ലൈഫ് മുന്നോട്ട് പോകുന്നത്? അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട് അല്ലേ? കിട്ടുവിന്റെ അങ്ങനെ ആക്ടിങ് ഞങ്ങളൊന്നും ചെയ്യിക്കുന്നൊന്നുമില്ല. പിന്നെ എന്തോ ആഡ് ചെയ്യും, എന്തായാലും സപ്പോർട്ടീവ് ആയിട്ട് നിക്കുന്ന കാണുന്നുണ്ട്. ഇവര് മോള വൃത്തിയാണ് ശരിക്കും അവനാണ് അങ്ങനെ ഡാൻസ് എങ്ങനെ എല്ലാം വൃത്തിയാണ് കിട്ടുവിന്റെ കാര്യങ്ങളൊക്കെ റീൽസും പരിപാടിയെല്ലാം തന്നെ. പിന്നെ എന്തെങ്കിലും കുറച്ച് അതായത് ടേക്ക് കുറെ പോവല്ല, അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം എന്താ പറയാ, അപ്പം ഫസ്റ്റ് നമ്മളെ വൃത്തി വഴിയാണ് എന്താ പറയാ നിങ്ങളുടെ ഈ സ്ക്രീനിന്റെ ഫ്രണ്ടിലേക്ക് വരുന്നത് തോന്നുന്നു അല്ലെ? അതിന് മുന്നേ എന്തെങ്കിലും ഞങ്ങള് റിയാലിറ്റി ഷോയിൽ കണ്ടസ്റ്റൻസ് ആയിരുന്നു അമൃത ടിവിയിലെ ലെറ്റ്സ് ഡാൻസ്. അങ്ങനെയാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. ഓ, അങ്ങനെ ലവ് മാരേജ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഡാൻസേഴ്സ് ആണ്. വൃത്തിയും നല്ല സൂപ്പറായിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എന്താ പറയാ, ഇപ്പം പറയുമ്പോ തന്നെ വൃത്തിയുടെ അച്ഛനും അമ്മയും അങ്ങനെയായിരിക്കും എല്ലാവരും പറയണേ. അപ്പൊ വൃത്തിയാണെങ്കിലും അപ്പൊ നിങ്ങൾ പ്രൗഡായിരിക്കും, അതേപോലെ തന്നെ വൃത്തിയും പ്രൗഡായിരിക്കും ഇങ്ങനൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അച്ഛനെയും അമ്മേനെയും ഉണ്ടെന്ന് പറയുമ്പോ. കാരണം എല്ലാവരും കിട്ടുന്ന ഒരു ഭാഗ്യം അല്ല അത്. പ്രത്യേകിച്ച് പെൺകുട്ടികളാവുമ്പോ കുറച്ചും കൂടി ഒന്ന്
അതിനുള്ള ടാലന്റ് മനസ്സിലാക്കിയൊന്ന് ഞങ്ങൾ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രം. ബാക്കിയെല്ലാം അവളുടെ കയ്യിൽ തന്നെയാണ് എല്ലാം. അതെ, പക്ഷെ എന്നാലും ടാലന്റ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ പാരന്റ്സിന്റെ സപ്പോർട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അതായത് നിങ്ങളും പ്രൗഡാണ്, അതേപോലെ വൃതിയും പ്രൗഡാണ്. അപ്പം എന്താ പറയാ, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താ പറയാനുള്ള ഒരു വൃതി ആസ് എന്താ പറയാ പാരന്റ്സ്? വൃതിയുടെ വളരെ സന്തോഷമല്ലേ, നമുക്ക് കിട്ടാത്ത ഒരു ഇതല്ലേ കിട്ടിയത്. അതിന്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമല്ല, ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അതെ. അപ്പം വൃതി വന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയാ? ചേഞ്ചേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങള് എന്താന്ന് വെച്ചാൽ വീട്ടുകാരെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്റെ വീട്ടുകാരെ സപ്പോർട്ട് ഇല്ലാണ്ട് ഞങ്ങൾ കല്യാണം കഴിച്ചതാണ്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ മോള് ജനിച്ച പിന്നെയാണ് പതിയെ പതിയെ എല്ലാ കാര്യങ്ങളും മാറാനും ഞങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആയതും വൃദ്ധി വന്നതിന് ശേഷമാണ്. അതെ. വൃതി കേക്കുണ്ടോ? എന്താ പറയാനുള്ള വൃതിക്ക്? അതിനോട് കിട്ടും വന്നു. അതെ. അപ്പം അതിനുശേഷമുള്ള ചേഞ്ച് ആണെങ്കിലും അതിനുശേഷമുള്ള ചേഞ്ച് ഭയങ്കര ചേഞ്ചാണ്. അതായത് വൃദ്ധിയുടെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യണമെന്ന് മോന്റെ ഒരു ഇത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ തുടങ്ങിയത് ഫുള്ള്. അപ്പൊ അതും അതായത് വൃദ്ധി ജനിച്ചതിനേക്കാൾ ഇത്തിരി കൂടി ഇരട്ടി മധുരമായിട്ട് അതും വന്നു. കിട്ടു വന്നപ്പോഴും വന്നു. പറയുന്ന കേട്ടാ? എന്താ ബേബി ബോയ് വേണമെന്നാണ് പ്രാർത്ഥിച്ചത്. വീട്ടില് വിളിക്കുന്നത് കിട്ടൂന്നാണ്. അപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയപ്പോ തന്നെ അതായത് ഒരു കാർട്ടൂൺ ഇല്ലേ, കിട്ടു കാത്തു എന്ന് പറഞ്ഞിട്ട്, ആ സമയത്ത് അത് ഭയങ്കരമായിട്ട് കാണുമായിരുന്നു. അപ്പൊ എന്റെ തന്നെ ബോയ് ആണെങ്കിൽ കിട്ടു, ഗേൾ ആണെങ്കിൽ കാത്തു എന്ന് പറയും. അത് അവളിട്ട പേര് തന്നെയാണ്. ഓക്കെ. ഇപ്പൊ നോർമലി നമ്മൾ പറയും ഇപ്പൊ ഒരു കുട്ടി മാത്രമായി, ഇപ്പൊ കിട്ടു വരുമ്പോഴും വൃതിക്ക് അത്ര വലിയൊരു ഇല്ല, 5 വയസ്സ്. അപ്പം രണ്ടാമത്തെ കുട്ടി വരുമ്പോ അവർക്ക് എന്താ പറയാ ചിലപ്പോ വിഷമം, എന്താ പറയാ ആ ഒരു കെയർ കിട്ടിയില്ല. അല്ല, ഞങ്ങള് വൃത്തിപാത്രം മതി എന്നുള്ള പ്ലാനിലായിരുന്നു. പിന്നെ മോളൊരു പ്രായമാവുമല്ലോ, സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവൾ പറയാൻ തുടങ്ങി, എന്റെ സ്കൂളിൽ എല്ലാവർക്കും ഒരനിയനോ അനിയത്തിയുണ്ട്, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരും ഇല്ലാന്ന് പറഞ്ഞ പിന്നെയാണ് ഞങ്ങള് തന്നെ അതൊരു ഇതാക്കി എടുത്തത്. അതിന് ശേഷമുള്ള പ്ലാൻ, അല്ലെങ്കിൽ വൃത്തി മാത്രം മതി എന്നായിരുന്നു. അപ്പൊ അങ്ങനെ കുശുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് എന്റെ കൂടെ തന്നെ ആയിരുന്നു. അതായത് എല്ലാ എന്റെ ഹസ്ബൻഡായിട്ട് പിന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് ഹസ്ബൻഡായിട്ട് കുറച്ചും കൂടി, ബാക്കി എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കിക്കൊണ്ടിരുന്ന എല്ലായിരുന്നു. ഇവൻ വന്നതിന് ശേഷം കുറച്ച് ഞാൻ അങ്ങോട്ടേക്ക് പോയപ്പോ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡായിട്ടാണ് ഫുൾ അറ്റാച്ച്മെന്റ്. ഇപ്പൊ എങ്ങനെയാണ് സെറ്റ് അല്ലെ? ഇപ്പൊ കിട്ടു മാത്രം മതി. ഇപ്പൊ എന്താന്ന് വെച്ചാൽ അവര് രണ്ടുപേരും ആയി, അവന്റെ കാര്യങ്ങൾ നോക്കാൻ വൃദ്ധി. വൃദ്ധി എങ്ങനെ ഉണ്ടായിരുന്നു കിട്ടു ജനിച്ച സമയത്ത്? എന്തായിരുന്നു? പിന്നെ എനിക്ക് കളിക്കാനും പോകാൻ പറ്റില്ല. കളിക്കാൻ പോകാൻ പറ്റണില്ലേ? അതെന്താ? കൂടെ പാല് പോലെ ഇങ്ങനെ നടക്കും. ഒരു കാര്യം അവൾക്ക് തന്നെയുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇപ്പൊ അനിയനാ, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ചേട്ടനാവും. അവൻ പറയും നീ എന്നെ ചേട്ടന്ന് വിളിച്ചാൽ മതി. ഞാൻ നേരത്തെ പറയും ഒരു ചേച്ചി ചേച്ചി എന്നൊക്കെ വിളിച്ച് പഠിപ്പിച്ച്. ഞാൻ പറയും ഇത് ഇപ്പൊ വിളിക്കലേ ഉണ്ടാവുള്ളൂ, കുറച്ച് ഇപ്പോഴേ അവള് എടി എന്നൊക്കെ വിളിച്ച് തുടങ്ങി. എടി എന്നൊക്കെയാണ് വിളിക്കല്. ചേച്ചി കുറവാണ്. നിങ്ങൾ വൃതിക്ക് പറഞ്ഞു കൊടുക്കാറുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? വൃതിക്ക് എന്താ ഞങ്ങൾ മെയിൻ പറഞ്ഞു കൊടുക്കുന്നത്, മെയിൻ കാര്യം സിനിമ, പിന്നെ ഈ സോഷ്യൽ മീഡിയ ഇതൊക്കെ എപ്പോഴും ഉണ്ടാവണമെന്നൊന്നുമില്ല. അപ്പോൾ എല്ലാവരോടും മാക്സിമം നല്ല രീതിയിൽ പെരുമാറാം. അതാണ് ഞങ്ങൾ മെയിൻ പഠിക്കുന്നത്. മെയിൻ പറയുന്നതാ ജാട പരിപാടി കാര്യങ്ങളൊന്നും. ജാടെന്നാരും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട് പറയാ. എന്താ വെച്ചാൽ ഇവള് പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും സംസാരം വളരെ കുറവാണ്. എന്തെങ്കിലും പറയുമ്പോ ചിരിച്ചിട്ട് പോകും. ബാക്കി റിപ്ലൈ കൊടുക്കുന്നത് ഞങ്ങളായിരിക്കും. അപ്പൊ പറയും, അപ്പൊ ഇങ്ങനെ പുറകിന്ന് പറയാറുണ്ടോ കൊച്ചിന് എന്തൊരു ജാടയാണ്. പക്ഷെ ജാടയില്ല, നോർമലി അങ്ങനെയാണ്. അധികം സംസാരം ഗെയിം കളിക്കണം അങ്ങനത്തെ ഇതാണല്ലോ. കുട്ടിയല്ലേ? ഫോട്ടോ എടുക്കാനൊക്കെ അവളെ സെലിബ്രിറ്റി ആണെന്നുള്ള കാര്യമൊക്കെ ചിലപ്പോൾ മറന്നു പോകും. അവള് ഗെയിം എല്ലാരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. എല്ലാരും ഇഷ്ടം കൊണ്ടാ വരുന്നത്, അത് നമുക്ക് മനസ്സിലാവും.
പക്ഷെ സംസാരിക്കാൻ വരുമ്പോ നമ്മൾ മിണ്ടാണ്ടായി പോകും അല്ലെ? എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിപ്പോവും. അപ്പൊ അവര് ഓട്ടോമാറ്റിക് ആയിട്ട് അറിയും കൊച്ചാ അതെന്തൊരു ജാടയാണ്. പക്ഷെ ഞാൻ പറയും ജാടയായിട്ടല്ല, ഓൾറെഡി മോൾ അങ്ങനെയാണ്, സംസാരം കുറവ്. പിന്നെ കുറച്ച് കണക്ഷൻ ആയി വന്നാൽ സംസാരിക്കും. കുറച്ചും കൂടി വലുതായ കുറച്ചും കൂടി അല്ല കുറച്ചാൾക്ക് കമ്പനി ആയി കഴിഞ്ഞാൽ പിന്നെ നല്ല കമ്പനി ആയാൽ സംസാരിക്കും. പെട്ടെന്നൊക്കെ ഒരാളെ പിന്നെ സംസാരിച്ചോണ്ടിരിക്കും, പിന്നെ നിർത്തൂല. ചേട്ടന്റെ കയ്യിലെ ടാറ്റു ഇത് വൃദ്ധിയും വൃദ്ധിയുണ്ട്, കിട്ടുമായിരിക്കും അല്ലേ? കിട്ടും, ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഇതെങ്ങനെ കിട്ടു വന്നതിന് ശേഷം കിട്ടു വന്നതിന് ശേഷമാണ് രണ്ടും. ഇത് ഒരു വർഷം ഇത് അടിക്കണേക്കാൾ ഒരു വർഷം മുന്നേ ഇത് ചെയ്തു. ഒരു വർഷം ഗ്യാപ്പിൽ രണ്ടും അടിച്ചതാ. അല്ലാതെ കിട്ടു വരുന്നതിന് അതായത് ശേഷമാണ് രണ്ടും അടിച്ചത്. അതെ. ഓക്കെ. അപ്പം വേറെ ഇന്റർവ്യൂവിൽ ചോദിച്ചത് കേട്ടോ ചേച്ചീന്റെ ടാറ്റു എന്തുകൊണ്ട് അടിച്ചില്ല എന്നുള്ളൊരു ചോദ്യം. അതെ, നമ്മളുടെ മെയിൻ കുട്ടികളാണല്ലോ. അതെ. ഇല്ല ഞാനിങ്ങനെ രണ്ടു കൈയിലും എന്റെ രണ്ട് മക്കൾ എന്നുള്ളൊരു കോൺസെപ്റ്റില് ആ ഒരു കോൺസെപ്റ്റിൽ അല്ലാതെ ടാറ്റൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ എന്റെ ഫസ്റ്റ് ടാറ്റു അത്. ഓക്കെ. ഋതിക്ക് അത് കണ്ടപ്പോ എന്ത് തോന്നി? ഹാപ്പി വേദനയാവില്ലേ അച്ഛന് ടാറ്റു അടിക്കുമ്പോ? അത് വലിയ ടാറ്റു. അപ്പൊ എന്നെ പറഞ്ഞ ടാറ്റു അടിക്കണം. അപ്പൊ വൃദ്ധ എന്ത് പറഞ്ഞു? വൃദ്ധ എപ്പോഴാ കാണുന്നത് ടാറ്റു അടിച്ചിട്ട് പിന്നെ എപ്പോഴാ കാണുന്നേ? ഞങ്ങള് നാലുപേരും കൂടെ ഒരുമിച്ച് പോയി. ചേച്ചി അടിച്ചിട്ടുണ്ടോ? ഞാൻ അടിച്ചിട്ടുണ്ട്. ഞാൻ വിശാൽ എന്നും പറഞ്ഞിട്ട് കണ്ടാ ചേച്ചി വിശാൽ അടിച്ചേക്കണം. ഞാൻ സത്യം പറഞ്ഞ ഞാനാണ് ടാറ്റു അടിക്കാൻ പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് കാല് മാറിയതാണ്. അമ്മ കുറച്ച് വലിയ ടാറ്റു അടിക്കണം പറഞ്ഞപ്പോ അപ്പൊ അതിലും വലിയ ടാറ്റു അടിക്കുമെന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ. അപ്പൊ ഇത്രയും നേരം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ബൈ.